അവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് മഞ്ജു രാധാകൃഷ്ണനാണ്. നമുക്ക് ഇന്നത്തെ വിഷയം ദ ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന വിഷയമായിട്ടാണ്. ഇത് ഉറവിന്റെ 118ാമത്തെ വെബിനാർ ആണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ വെബിനാറിന്റെ അധ്യക്ഷനും ഞങ്ങളുടെ PCT-യുടെ പ്രസിഡന്റുമായ ജോൺ ബേബി സാറിനെ എല്ലാവിധ ആദരവോടും ബഹുമാനത്തോടും കൂടി സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് മഞ്ജു രാധാകൃഷ്ണൻ മാഡം നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. കാര്യം നമുക്ക് ഇതിനു മുമ്പ് ഉള്ള ക്ലാസ്സുകളിൽ മാഡം പങ്കെടുത്തിട്ടുണ്ട്. സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബില് ഉള്ളവർക്കറിയാം മാഡം അതിനകത്ത് എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നുണ്ട്. അത് ക്ലാസ് എടുത്തിട്ടുണ്ട്. സൺഡേ ഫലൂഡ തുടങ്ങിയതില് ബുക്ക് പരിചയപ്പെടുത്താനൊക്കെ ഉള്ളതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാഡത്തിന്റെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോട് ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം മാഡം. ഇന്ന് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റും നമ്മുടെ സ്റ്റേറ്റ് അംഗവുമായിട്ടുള്ള ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകി ഇന്നും നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. സാറ് ഇന്ന് പരിചയപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. സാറിന്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. ഇന്നത്തെ യോഗത്തിന് നന്ദി പറയാനായിട്ട് നമ്മുടെ ട്രഷററും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടും അനുഭാവത്തോടും കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന പോൾ പടയാട്ടി സാറാണ്. സാറിന്റെ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. ഇന്നത്തെ നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ MC ജയശ്രീ മാഡം ഉണ്ട്. മാഡം ആണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. മാഡത്തിന്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള തഹസീൻ മാഡം, MK പ്രസാദ്, മറ്റ് വ്യക്തികളെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു സൈജു സാർ. നമ്മുടെ PCT-യുടെ പ്രസിഡന്റായ ജോൺ ബേബി സാർ വളരെ തന്മയത്തോടു കൂടി തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. വളരെ ലളിതമായും വളരെ എന്നും ഒരു സോഫ്റ്റായ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് സാറിനെ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും വളരെ സൗമ്യതയോടുകൂടെ ഡൗൺ ടു എർത്ത് ആണ് സാറിന്റെ വർത്തമാനം പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സാറാണ് നമ്മുടെ PCT-യുടെ പ്രസിഡന്റ്. സാറിനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ക്ഷണിച്ചുള്ളത്. സാറെ അൺമ്യൂട്ട് ചെയ്യണേ. ജോൺ ബേബി സാറെ അൺമ്യൂട്ട് ചെയ്യണേ. ജോൺ ബേബി സാർ അൺമ്യൂട്ട്. ജോൺ ബേബി സാറെ അൺമ്യൂട്ട് ചെയ്യും. ആ സ്ക്രീനിൽ നിന്ന് ടച്ച് ചെയ്താൽ മതി സാറേ, എന്നിട്ട് അത് ഇത് വരും. ആ സ്ക്രീൻ ടച്ച് ചെയ്യാം. ജോൺ ബേബി സാറിന് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. സാറിന് സാറിന് കേൾക്കാം, പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്റ്റിന് ചെയ്യാലോ. സാധിക്കോ? പോൾ പടയാട്ടി സാറ് സോറി, ഞാനത് വേറൊരു ഫോൺ എടുത്തുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അത് മറ്റേത് മ്യൂട്ട് ചെയ്യും. എക്കോ വരണം. പറഞ്ഞോളൂ. ഒരെണ്ണം ക്ലോസ് ചെയ്യണം, അല്ലെ വേറെ ദൂരെ കൊണ്ടേക്കണം.
പറയാനുണ്ടോ സാറ്? 1 minute, 1 minute. Really sorry. ശരിയല്ലേ സാറേ? യെസ്. Yeah, really sorry for the inconvenience caused to all of you. You're wasting your time. So I'll cut short really. Our respected Joseph sir, Paul Padiati sir, Saju sir, and our dignitary, respected Speaker of the Day, Advocate Manju Radhakrishnan, our MC Jayasri Madam, and our state committee members and our Ernakulam district committee members. One of our best jewels of Ernakulam PCTA is its Uravu bi-weekly program for enlightening and equipping all the counselors and trainers for a better tomorrow, to impart more knowledge and skill. Our PCT Ernakulam is really working hard, and we are getting excellent psychologists, educators, trainers to help all those who are participating in this Uravu conference to acquire more knowledge and more skill, which will help them in their daily lives as well as in their profession. So today we have a well-known speaker, psychologist, Advocate Manju Radhakrishnan, whose presence is felt in our self-improvement hub on a daily basis. I am really thankful for Advocate Manju Radhakrishnan for taking up this assignment and being present with us today. And coming back to the Ernakulam chapter operations, we had a wonderful picnic, and those who participated all enjoyed the picnic. And we are doing a lot more, like expecting a lot more for the members of Ernakulam chapter in the coming months. In this occasion, only my request is each member should try to bring more qualified, educated trainers and counselors to our forum. Because over a period of time, our membership is a little getting stagnated. It is time we all work towards increasing our membership numbers and making our organization a larger, bigger organization representing all counselors and trainers in Ernakulam district. So I request each and every member who is present here to bring their colleagues known in this field of training and counseling. And I am also thankful for all those who are present for today's program. I thank you all once again, and over to MC Jayasri Madam. Thank you all. Thank you, sir. Thank you for your wonderful words.
ഉറവ് വെബിനാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന PV ജോസഫ് സാറിനെ തന്നെയാണ്. സാറിന്റെ ഒരു ഉത്സാഹത്തോടു കൂടിയാണ് ഈ ഉറവ് വെബിനാർ തുടങ്ങുന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ സാർ ഇതിന്റെ ഒരു ഒരു നെടുന്തൂൺ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. സാറിനെ നമ്മൾ ഇന്നത്തെ ട്രെയിനറായ മഞ്ജു മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. PV ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 118ആയി. അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് ഇത് കേൾക്കാനും അതിൽ സംസാരിക്കാനുള്ള ആ നിർലോഭമായിട്ടുള്ള മടി കൂടാതെയുള്ള ആ സപ്പോർട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിലും നല്ല ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. വോക്ക് വിത്ത് മാസ്റ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാമും നമ്മൾ നടത്തി വരുന്നുണ്ട്. വളരെ നല്ല നിലയിൽ പോകുന്ന 5 ദിവസം മൺഡേ ടു ഫ്രൈഡേ 5 ക്ലാസ്, ഒരു 1.5 മണിക്കൂർ മിനിമം ഉണ്ടാവുന്ന ക്ലാസ്സുകളാണ്. അതിന്റെ റെക്കോർഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. 500 രൂപയെ വാങ്ങിക്കുള്ളൂ. അത് അത്ര നാളെ നമ്മൾ കൗൺസിലർ ആയാലും ട്രെയിനർ ആയാലും ഏത് സെക്ടറിലായാലും നോളജും സ്കില്ലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല വേദിയാണ് ഈ PCTA ഈ ഫോറം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് മഞ്ജു രാധാകൃഷ്ണൻ, എറണാകുളം ജില്ലയുടെ മെമ്പറാണെന്നുള്ളത് ആദ്യം ഞാൻ പറയട്ടെ. എറണാകുളം ജില്ല മെമ്പറാണ്, എടപ്പള്ളിക്കാരിയാണ്, കുവൈറ്റിലാണ് ഇപ്പോൾ പ്രൊഫഷണൽ ആക്റ്റീവായിട്ട് കൗൺസിലിംഗ് നടത്തുന്നത്. കുവൈറ്റിലാണ്. സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്, കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഇങ്ങനെ ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ഒന്നിലെ കൗൺസിലിംഗും സൈക്കോളജിയിലേക്കും അല്ലെങ്കിൽ ട്രെയിനിങ്ങില് ഒരേ സമയം പല മേഖലകളിൽ കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മഞ്ജു. ഡയറക്ടർ ഓഫ് മൈൻഡ് റിവ്യൂ കൗൺസിലിംഗ് സെന്റർ, സ്വന്തമായിട്ട് കൗൺസിലർ നടത്തുന്നുണ്ട് കുവൈറ്റില്, അതിന്റെ ഡയറക്ടർ. അതുകൂടാതെ ഇന്ത്യൻ ലേണേഴ്സ് ഓൺ അക്കാഡമി കുവൈറ്റിൽ തന്നെ, അതിന് ഫാക്കൽറ്റി മെമ്പറുമാണ്. LLB ഉണ്ട്, MBA ഉണ്ട്, സൈക്കോളജി 2 PG ഡിപ്ലോമ കോഴ്സ്, പിന്നെ ഒട്ടേറെ നാഷണൽ ഇന്റർനാഷണൽ പേപ്പേഴ്സ്. എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠനവും പാഷനാണ്, കൗൺസിലിങ്ങും പാഷനാണ്, ട്രെയിനിങ്ങും എല്ലാം പാഷനാക്കി മാറ്റിയ വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി വളരെ വിനയത്തോടുള്ള, പഠിക്കുന്നതോറും ഒരു ഒട്ടും തലക്കനമില്ലാത്ത കുട്ടികളൊപ്പം സംസാരിക്കുന്ന ഒരു താരമാണ് മഞ്ജു രാധാകൃഷ്ണൻ. ഇന്നത്തെ ക്ലാസ് ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് കള്ളന്മാർക്കുള്ള, പഠിക്കാത്ത കള്ളന്മാർക്കുള്ള തോന്നും, കുറച്ച് പണിയെടുത്ത് രക്ഷപ്പെടുന്ന പറ്റുമല്ല അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അല്ലെ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള നിമിഷങ്ങള് മഞ്ജു മാഡത്തിൻ്റെതാണ്. 1 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, കണ്ട് വിഷമിക്കണ്ട. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, സാരമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ന് നമുക്ക് നല്ല ഒരു പാർട്ടിസിപ്പൻസിന്റെ നമ്പർ വന്നിട്ടുണ്ട്. എന്തായാലും മഞ്ജു മാമിന്റെ ക്ലാസ് കേൾക്കുന്നതിനായിട്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ മഞ്ജു മാമിനെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു മഞ്ജു മാം. താങ്ക് യു ജയശ്രീ മാം. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വെരി ഹാപ്പി ന്യൂ ഇയർ ടു യു ആൾ. ആൻഡ് ഓഫ് കോഴ്സ് താങ്ക് യു PV ജോസഫ് സർ ഫോർ ദ നൈസ് ഇൻട്രഡക്ഷൻ ഓഫ് മൈൻ. ആദ്യമായിട്ട് ഈശ്വരന് പറയാണ്. PCTA 118ാമത്തെ വെബിനാർ, അതും ഈ 2006 ആദ്യത്തെ വെബിനാറിൽ എന്നെ എത്തിച്ചതിന്. ഒരു ക്ലാസ് എടുക്കും ഇവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച PV ജോസഫ് സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ് സാറിനോട്. സാറിനോട് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കഥയൊക്കെ പറഞ്ഞുതരും, കൊച്ചു കുട്ടികൾക്ക് കഥ പറഞ്ഞു തരണ പോലെ. പിന്നെ 2025 സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബിലെ ആദ്യത്തെ ഫ്രൈഡേ ഫല്ലൂടെ അവതരിപ്പിച്ചത് ഞാനായിരുന്നു. അതിനുശേഷം അവിടെ ആസ്വാദികരമായ കുറേ ഫല്ലൂടകളുടെ ചാകരയായിരുന്നു 2025 മുഴുവനും. അതുപോലെ തന്നെ ഇവിടെ PCTA 2026 ഒരു നല്ല തുടക്കം എനിക്ക് തരാൻ പറ്റും എന്നുള്ള വിശ്വാസം
അതുപോലെ തന്നെ വളരെ നല്ല വെബിനാറുകളുടെ ഒരു ശൃംഖല ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുവരെയുള്ള യാത്രയിൽ എനിക്ക് വഴികാട്ടികളായിട്ട് കൈപിടിച്ച് എന്നെ മുന്നോട്ട് നയിച്ച എല്ലാ ഗുരുക്കന്മാരെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഗർവാര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ദിൽവാർക്കർ മുതൽ ഇപ്പോൾ SIHലെ ആൻഡോ മൈക്കിൾ സാർ വരെയുള്ള ഒരു വലിയ ഗുരുപരമ്പരയുടെ സ്നേഹം അത് തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള യാത്രയിലെ ഏറ്റവും വലിയ ശക്തി. പിന്നെ ഈ വൈകുന്നേരം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എന്നെ കേൾക്കാനെത്തിയിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, കലീഗ്സ്, കൂട്ടുകാർ, ക്ലാസ്മേറ്റ്സ്, അങ്ങനെ എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഈ PCTA മെമ്പേഴ്സ് എല്ലാവരും തന്നെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ജയശ്രീ മാം, പോൾ സർ, PV ജോസഫ് സർ, സൈജു സർ, എല്ലാവരെയും തന്നെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട്, അതും ഈ ഭാരവാഹിത്വം ഇത്ര ഭംഗിയായിട്ട് തുടർച്ചയായിട്ട് 118 വെബിനാറുകൾ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് ടു ദം. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആർട്ട് ഓഫ് ഡൂയിങ് ലെസ്. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ PV ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ സംശയം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. എല്ലാവരെയും ഒന്ന് മടിയന്മാരാക്കാൻ വേണ്ടിയിട്ട് 2026 തുടക്കത്തിൽ PCTAയിൽ വന്നിട്ട് നടത്താനാണോ ഉദ്ദേശം? ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും എല്ലാം അങ്ങനെ കുറേശ്ശെ ചെയ്താൽ മാത്രം മതിയോ, അപ്പോൾ ഒന്നും മുഴുവനാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ആയാൽ ഈ മത്സരബുദ്ധിയോടെ മുന്നേറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കുറച്ച് കാര്യം മാത്രം ചെയ്താൽ നമ്മൾ തനിച്ചായി പോവില്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ടൈറ്റിൽ വന്നാൽ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഡൂയിങ് ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്യുന്ന കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് ചെയ്യണതോ അല്ലാതെ ചെയ്യാതെ ഇരിക്കണതോ ഒന്നുമല്ല. ഓരോ കാര്യങ്ങളും ബുദ്ധിപൂർവം തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലില്ലേ, എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബിസി ആയിരിക്കുന്നവരാണ് ഏറ്റവും സക്സസ്ഫുൾ. ശരിയല്ലേ? നമുക്ക് നമ്മുടെ പ്ലാനർ അല്ലെങ്കിൽ ഡയറി ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു മാസത്തേക്കുള്ള കംപ്ലീറ്റ് നമ്മളുടെ ഡേറ്റ് ഒക്കെ അങ്ങ് ഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ തോന്നും, യെസ്, എൻ്റെ ജീവിതം ലൈഫ് ഈസ് വെരി മീനിങ്ഫുൾ. അതുപോലെ തന്നെ ഒരേ സമയം ഒരു 10 കാര്യമെങ്കിലും ഒന്നിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ആണ് നമുക്ക് തോന്നാം, യെസ്, ഞാൻ പ്രൊഡക്റ്റീവ് ആണോ എന്ന്. അതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിലുള്ളതെല്ലാം മുഴുവൻ കാണാനും പറ്റും. പക്ഷെ സത്യം പറഞ്ഞാൽ എത്ര കാര്യം നമ്മൾ ചെയ്തു എന്നതിലല്ല, ഏത് കാര്യമാണ് നമുക്ക് ശരിക്കും ഒരു മാറ്റം ഉണ്ടാക്കിയത്. കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം ചെയ്താൽ അത് നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിൽ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധ കൊടുത്തിട്ട്, അതായത് ഹൈപ്പർ ഫോക്കസ്, അത് കൊടുത്ത് അതിൽ നിന്ന് കൂടുതൽ ഫലം കണ്ടെത്തുന്ന ഒരു കലയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക് ട്രിക്കൊന്നും അല്ല, പക്ഷേ ഒരു മെൻ്റൽ ഷിഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തന്നെ പേർപ്പസ്ലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒരു ദിവസം ഒരു 10 മണിക്കൂർ നമ്മളിങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്തിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ഒരു ദിവസം അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു 2-3 മണിക്കൂറിൽ ആ സമയത്ത് ഒരു ശരിയായ കാര്യത്തിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ദിവസത്തേക്ക് മുഴുവനുള്ള ഒരു ഹാപ്പിനെസ്, ഒരു സംതൃപ്തി നേടുന്ന ഒരു പ്രോസസ്സില്ലേ, ആ ഒരു രീതിയിലേക്ക് അതിനെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കലയാണ് ഈ ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ നമ്മുടെ അറ്റൻഷൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, എങ്ങനെ ആ എനർജി ഡ്രെയിൻ ആവാതെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ഡൂയിങ് മോർ എന്നുള്ള ഒരു പ്രഷറിനെ ഒരു ദിവസം നമ്മുടെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൂയിങ് റൈറ്റ്, ആ ഒരു കല പഠിച്ചെടുക്കാനായിട്ട് ഒരുമിച്ച് നമുക്ക് ശ്രമിച്ചു നോക്കാം. പലപ്പോഴും ഇല്ലേ, നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഫോക്കസ് പോയി, എനിക്ക് ഫോക്കസ് ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ കുറേ കൗൺസിലേഴ്സും
എല്ലാ കൗൺസിലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാരൻസ് ആദ്യം പറയുന്ന കാര്യം ഒന്നിലും ഒരു ഫോക്കസ് ഇല്ല. ഫോക്കസ് എന്ന് പറയുന്ന കാര്യം ഇല്ലേ ഇല്ല, ശ്രദ്ധയില്ല. പക്ഷേ ഇങ്ങനെ ഫോക്കസ് ഇല്ലാത്ത ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ പോസിബിൾ ആണോ? നമ്മൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആക്കി നമുക്കൊരു ശ്രദ്ധയുണ്ടാവും. അതൊരു പക്ഷെ പുറത്തുള്ള ലോകമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ തന്നെ ചിന്തകളായിരിക്കും. ഇപ്പോൾ ഇവിടെ കേൾക്കാനായിട്ട് ഏകദേശം 50 ആളുണ്ട്, ഞാൻ ഉൾപ്പെടെ 50 പേര്. എല്ലാവർക്കും ഫോക്കസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് എല്ലാവരുടെയും മുഴുവൻ ശ്രദ്ധ എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയെടുത്താൽ സ്വയം അറിയാൻ പറ്റൂല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാലും നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ കുളിച്ചിരുന്ന ഓർമ്മ വരെ. പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർത്തു നോക്കിയാലുണ്ടല്ലോ, ഒരു 10-15 വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു പോകും. അന്നത്തെ ഡയലോഗ്സ് വരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. അതുപോലെ ഈ ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ ഇനി ഉറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും ആർട്ട് ഓഫ് ഡൂയിങ് ലെസ്, അതും ഈ PCTയുടെയും മീറ്റിങ്ങും ഒക്കെ, അതുപോലെ എൻ്റെയും ഒക്കെ മനസ്സിൽ ഓർമ്മ വരാൻ പോണത്. ഒരു കാര്യം ഓർമ്മ വരണം കേട്ടോ. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തില്ലേ, എൻ്റെ തൊട്ടടുത്ത് ബോയ്സ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു മോഹൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവനെ ഞാൻ വെറുത്തിരുന്ന പോലെ ലോകത്തൊരാളെ വെറുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു കാര്യം എന്താ വെച്ചാൽ അവനിങ്ങനെ നടക്കുന്ന വഴി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു, ഇവളെ എൻ്റെ പെണ്ണാട്ടോ. അവൻ്റെ കൂടെ ആണെങ്കിൽ ഒരു ഗ്യാങ് ആൾക്കാരുണ്ടാവും, കുറേ ഇതുപോലെ അവൻ്റെ പോലെ തന്നെയുള്ള കുറേ ചെറുക്കന്മാരും. എന്നിട്ട് എന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇവര് ഈ കൂടെയുള്ള ഗ്യാങ് പാടും കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്. എന്നിട്ട് അത് കേൾക്കുമ്പോൾ ഇവ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് 5 എണ്ണമൊന്നും വേണ്ട കേട്ടോ, 1-2 ഒക്കെ മതി. കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരും. അത് മാത്രമല്ല, ഇവൻ്റെ ശരിക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പിന്നെയും ഒന്നും കൂടെ നോക്കാൻ എനിക്ക് തോന്നാറില്ല. കാരണം ഈ ചുണ്ടിൻ്റെ ഈ 2 അറ്റും ആ 2 അറ്റത്തും ഇങ്ങനെ പൊട്ടിയിട്ടായിരുന്നു എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവനൊരു കാര്യം പറയായിരുന്നു കേട്ടോ. അവൻ എന്നോട് പറയും, മഞ്ജു, ഇന്ന് വൈകിട്ട് 8 മണിക്ക് നിന്റെ ക്ലോക്കിൽ മണി അടിക്കുമ്പോൾ നീ എന്നെ ഉറക്കാൻ പാടില്ല, ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ സത്യം അല്ല, ആ 8 മണി സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ആണ് മണി അടിച്ച അവൻ്റെ മുഖം അപ്പം മനസ്സിൽ ഓർമ്മ വരും. പിറ്റേന്ന് ഞാൻ ചെല്ലുമ്പോൾ അവനോട് പറയും, കാണുമ്പോൾ അവൻ പറയണത് എന്താ വെച്ചാൽ, നിന്നോട് പറഞ്ഞതല്ലേ ഇന്നലെ ഓർക്കരുതെന്ന്, നീ എന്തിനാ ഓർത്തേ, ഇനി ഓർക്കാൻ പാടില്ല. ഇങ്ങനെ ഈ 8 മണി അടിക്കുക പിറ്റേ ദിവസം ഇവൻ്റെ ആ ഒരു മുഖം ഈ ചുണ്ടിൽ ഇങ്ങനെ, അത് അറിയാണ്ട് എനിക്ക് ഓർമ്മ വരും. അത് കുറെ മാറ്റിയെടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്ലോക്കിൻ്റെ മണി അടിനെ നിർത്തിച്ചു അന്നേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫോക്കസിനെ കുറിച്ചിട്ടാണ്. ഈ ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തിലായിരിക്കില്ല നമ്മുടെ ഫോക്കസ്. അങ്ങനെ വരുമ്പോൾ ഈ ഡൂയിങ് ലെസ് എന്നതിന് പകരം ഡൂയിങ് മോർ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. ഇനി ഒരു സേയിങ് ഉണ്ട്, we are what we pay attention to. നമ്മൾ എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അത് നമ്മൾ അങ്ങനെയായി മാറും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട് എന്താണെന്ന് കണ്ടെത്താൻ പറ്റും? പറയണ്ട, ജസ്റ്റ് ഓർത്താൽ മതി. ഇപ്പോൾ മാത്രമല്ല, ഒരു കുറച്ച് ദിവസങ്ങളായിട്ടോ എന്തെങ്കിലും ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. അത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ മനസ്സിൽ കൊണ്ടുപോകേണ്ട ആ തോട്ട്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, അതില്ലായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് നമ്മളുടെ മറ്റൊരു വേർഷൻ ഉണ്ടാവും, ശരിയല്ലേ? നമ്മളല്ലാത്ത വേറൊരാൾ. അതാണ് ഈ പറഞ്ഞത്, വി ആർ വാട്ട് വി പേ അറ്റൻഷൻ ടു. പിന്നെ നമ്മുടെ ഈ അറ്റൻഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, അതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്നർ ഡയറ്റ് ആയിട്ട് കരുതാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെയാണ് നമ്മുടെ ചിന്തയും. എല്ലാ ദിവസവും നമ്മൾ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ
തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അതുപോലെ ദിവസവും നമ്മൾ വേറെ ആളെ നമ്മളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമ്മൾക്ക് ശരിക്കും ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അതിന് മോൾ എന്നോട് ചോദിക്കണ്ടായിരുന്നു, അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, നേരാണോ എനിക്ക് ദേഷ്യം വരണുണ്ടോ? എനിക്ക് തന്നെ തോന്നിയിരുന്നത് ഞാൻ ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, ഡയറി എടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ പോകണ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനെയൊക്കെയെന്ന് ഞാനൊന്നിങ്ങനെ ജസ്റ്റ് ആയിരുന്നു എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും എനിക്ക് ഹേർട്ടായിട്ടുള്ള മൊമെൻറ്റ്സ്, എനിക്ക് ശരിക്കും ഡീപ്പ് വൂൺസ് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കെയർ കിട്ടാതിരുന്ന ചില മൊമെൻറ്റ്സ്, ഇതൊക്കെയായിരുന്നു ഞാൻ ആ സമയത്ത് ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കി ഞാൻ ശരിക്കും ഹേർട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. അങ്ങനെ ശരിക്കും ഹേർട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ദേഷ്യത്തിൻ്റെ ഇറിറ്റേറ്റഡ് ആവാനിലേക്ക് കാരണം അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ ആ ഒരു സ്ഥലത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ സുഖം 2026 ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തുടക്കം അതോടെ കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ അറ്റൻഷനാണ് നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. ശരിക്കും അറ്റൻഷൻ ക്രിയേറ്റ്സ് യുവർ ഐഡൻറ്റിറ്റി. അതുകൊണ്ട് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ അറ്റൻഷൻ. ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മളുടെ അറ്റൻഷൻ പോവാതെ ഇരുന്നാൽ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ട് ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈപ്പർ ഫോക്കസ്. വെൻ ഇറ്റ് കംസ് ടു യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, the fewer things you pay attention to, the more productive you become. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളിലാണ് നമ്മളുടെ അറ്റൻഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടണലിൽ കയറിയ പോലെയാണ്. ടണലിൽ കയറി കഴിയുമ്പോൾ നമുക്ക് സൈഡ് വ്യൂ ഇല്ല, നോയ്സ് എല്ലാം കുറയും, ആ മുന്നിലുള്ള ലൈറ്റ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ആ ഒരു സ്റ്റേജിൽ നമ്മളങ്ങനെ പോകുന്നതാണ് നമ്മളുടെ ഹൈപ്പർ ഫോക്കസ്. പക്ഷേ ഇൻ റിയാലിറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഷ്യസ് ആയിട്ടൊരു ഡെലിബറേഷനൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുക. ഇന്ന് ഒന്ന് ഓർത്ത് നോക്ക്, ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ബ്രഷ് ചെയ്തു അല്ലേ? ഈ ബ്രഷ് ചെയ്തിട്ട് ടാപ്പ് നമ്മൾ പൂട്ടിയത് ഇടത്തെ കൈ കൊണ്ടാണോ വലത്തെ കൈ കൊണ്ടാണോ? അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം വെച്ചത് നമ്മുടെ ഇടത്തെ കാലാണോ വലത്തെ കാലാണോ? ബാഗ് പിടിച്ചത് ഇടത്തെ കൈയിലാണോ വലത്തെ കൈയിലാണോ? കാറിൻ്റെ കീ ഏത് കൈയിലായിരുന്നു? ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ഓട്ടോ പൈലറ്റ് മോഡ്. ഈ വിമാനം പറത്തിക്കൊണ്ട് പോകുമ്പോൾ ഇല്ലേ, എല്ലാ കാര്യങ്ങളും ഒന്നും പൈലറ്റ് മാനുവലായിട്ട് ചെയ്യണില്ല. അവിടെ ഒരു റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാക്കി വെച്ചാൽ ആ വിമാനം നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചോളും. എൻ്റെ ഹസ്ബൻഡ് ഒരു എയർലൈൻ സ്റ്റാഫാണ് കേട്ടോ. പിന്നെ അവരുടെ ഓർഗനൈസേഷനിലെ 2 പൈലറ്റ്സിനെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തു. വിമാനം ശരിക്കും പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. ക്യാപ്റ്റൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് കോക്പിറ്റിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ ക്യാബിൻ ക്രൂ ഉണ്ടായിരുന്നല്ലോ, അവരോട് ഇങ്ങനെ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കോപ്പൈലറ്റ് അകത്തുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം വരാണ്ടായപ്പോഴത്തേക്കും ഈ കോപ്പൈലറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ കുറച്ച് സമയം എല്ലാവരും കൂടെ സംസാരിച്ച് തിരിച്ച് കയറണമെങ്കിൽ അത് അൺലോക്ക് ചെയ്യാനായിട്ട് ഒരു പിൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് ഫ്ലൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പിൻ എഴുതി കൊടുത്തിരുന്ന പേപ്പറും കോക്പിറ്റിൻ്റെ അകത്തായിപ്പോയി. ഇവർ കുറേ ട്രൈ ചെയ്തു, ഡോറ് തുറക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കോള് വരാണ്. കാരണം ട്രാഫിക് കൺജഷൻ വന്നിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടണം. കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കോക്പിറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ എയർലൈനെ വിളിച്ചറിയിച്ചു. കുറച്ച് കഴിഞ്ഞ് പുറത്ത് നിന്ന് ഇവർ കുറേ ടാലൻ്റ് എററൊക്കെ നടത്തി ഡോറ് ഓപ്പൺ ചെയ്തു. അവരകത്ത് പോയി. ഫ്ലൈറ്റ്
പ്രോപ്പറായിട്ട് തന്നെ വന്നു. പക്ഷെ തിരിച്ച് എത്തിയപ്പോൾ സസ്പെൻഷൻ ഓർഡർ റെഡി ആയിരുന്നു. സസ്പെൻഷൻ അല്ല, ശരിക്കും ടെർമിനേറ്റ് ചെയ്തു രണ്ടുപേരെയും. ഇവിടെ ഈ പൈലറ്റിന് പറ്റിയതും നാലക്കമുള്ള ഒരു പിന്ന് അടിച്ചിട്ടാണ് ഡോറ് തുറന്നത്. പക്ഷേ ആ തുറന്നതും ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന്. അത് ബ്രെയിനിൽ എവിടെയും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ നമ്മൾക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർപ്പസ്ഫുൾ ആയിട്ട് ഈ ഓട്ടോ പൈലറ്റ് മോഡിനെ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ സംതൃപ്തി നേടാനായിട്ട് പറ്റും. ഈ ഓട്ടോ പൈലറ്റ് മോഡിലുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും, എന്ന് പറഞ്ഞാൽ മൈൻഡ്ലെസ്ലി ബിസി ആയിരിക്കും. മനസ്സറിഞ്ഞിട്ടല്ല ഒരു കാര്യവും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ചുറ്റും നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് നമ്മളുടെ എനർജി മുഴുവനും നമ്മൾ വേസ്റ്റ് ചെയ്യും. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് മാറുമ്പോഴാണ് നമ്മളുടെ ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് എന്ന് പറയുന്ന കാര്യം, ആ ഒരു കല നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഹൈപ്പർ ഫോക്കസ് സ്റ്റേജ് എന്ന് പറഞ്ഞാലേ അത് ശരിക്കും ഇൻറ്റൻഷനലാണ്, തനിയൊന്നും വരില്ല. മനഃപൂർവ്വം നമ്മൾ അതിലേക്ക് മാറ്റിക്കൊണ്ടുപോകണം. അങ്ങനെ വന്നാലുണ്ടല്ലോ നമ്മൾ ആ സ്ഥലത്ത് കൂടുതൽ പ്രസൻ്റ് ആയിരിക്കും, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, നമ്മൾ അവിടെ ഫുള്ളായിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഇതിന് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാമോ? നമ്മുടെ ഈ മെൻ്റൽ ഡെസ്ക് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതിനെ നമുക്കങ്ങ് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ടേബിളില്ലേ, അതിലിങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ അലസമായിട്ട് വാരി വലിച്ചിട്ടിട്ടുണ്ടെന്ന് വയ്ക്കുക. അതേ സമയത്ത് ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല. നമ്മളുടെ ജോലികളെല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് വേയിൽ നമുക്ക് പറ്റില്ല. പക്ഷേ അതിനെ നന്നായിട്ടൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അടുക്കി വെച്ചിട്ട് ഒരു നല്ലൊരു ടേബിൾ ആണെങ്കിൽ നമ്മുടെ ജോലി ഭാരം അതേ അധികം കുറയും, ഇല്ലേ? അപ്പോൾ ഈ ടേബിള് പോലെ ഒരു ദിവസം ചെയ്യാനുള്ളതല്ല, മനസ്സിൽ നമ്മൾ അലസമായിട്ട് അവിടെ ഇവിടെയൊക്കെ സൂക്ഷിക്കുന്നതിന് പകരം ആ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു നല്ലൊരു മനസ്സോടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാലുണ്ടല്ലോ, മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. ഈ എഴുതി വെച്ച കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റൈസും ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ചിന്തകളെ അങ്ങനെ നമ്മളെ പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടല്ലോ, ബ്രെയിൻ റിലാക്സ്ഡ് ആവും. ഇങ്ങനെ ബ്രെയിൻ റിലാക്സ്ഡ് ആയാലോ നമുക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും നമ്മളുടെ ബ്രെയിനിന്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയാമോ? വലിയ ജോബിനെ വലുതായിട്ട് ഇങ്ങനെ വെക്കാതെ ടൈനി ടാർഗറ്റ്സ് ഉണ്ടാക്കാം നമുക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ്, നമ്മളുടെ ടു ഡു ലിസ്റ്റിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങളുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊജക്റ്റ് വർക്ക് ചെയ്യണം, ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ല നമ്മൾ വീട് ക്ലീൻ ചെയ്യാനുണ്ടാവണം, PPT ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മളുടെ മൈൻഡ് നമ്മളോട് പറയണത് ഇങ്ങനെ ആയിരിക്കും, അയ്യോ ഇത്രയും കാര്യങ്ങളോ. അപ്പം തന്നെ മൈൻഡിന് അത് ചെയ്യാനുള്ളൊരു മടിയായിരിക്കും. അപ്പോൾ ഈ വലിയ ടാസ്കിനെ നമുക്ക് ടൈനി ടാർഗറ്റ്സ് ആക്കാം. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കാം, ഈ അടുത്ത ഒരു 5-10 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മുഴുവൻ വീടും വൃത്തിയാക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം ആ ടേബിളൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ. ഒരു ബുക്ക് വായിക്കുന്നതാണ് നമ്മളുടെ ടാസ്കെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു പേജ് വായിച്ചെടുക്കാമല്ലോ. പവർ പോയിന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു സ്ലൈഡ് ഉണ്ടാക്കി വെക്കാമല്ലോ. ഇങ്ങനെ അങ്ങ് തുടങ്ങി വെച്ചാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പേടി, മടി ഇതൊക്കെ കുറയും. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടല്ലോ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടി വരും. ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണല്ലേ. അപ്പോൾ
ഈ നമുക്ക് ഫോക്കസ് ഇല്ലാതെ ആയി പോകേണ്ടതുണ്ടല്ലോ, നമ്മൾ മോശമായി പോയത് കൊണ്ടൊന്നും അല്ല. ശരിക്കും നമുക്ക് ഉണ്ടാവേണ്ട ഡിസ്ട്രാക്ഷൻസ് ഇല്ലേ, അത് നമ്മളെക്കാളും അങ്ങ് സ്മാർട്ടായതുകൊണ്ടാണ്. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻറ്റേർണൽ ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൊബൈൽ ഫോണിനെയൊക്കെ പോലെ ഒരു വില്ലനായിട്ടും ഈ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ കൂടെ ഉണ്ടാവാം. എന്തായാലും രണ്ടിനെയും നമുക്ക് മാനേജ് ചെയ്തിട്ടേ പറ്റാം. മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും ഈ കൊച്ചു കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കണ്ടാലോ അവരതിട്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടിപ്പോവും. നമ്മളുടെ ഈ അറ്റൻഷനും ഇങ്ങനെ തന്നെയാണ്, കുട്ടികളുടെ പോലെയാണ്. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ അറ്റൻഷൻ പോയാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിന്നീട് ആ ഫോക്കസ് പഴയ പോലെ ഒന്ന് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറേ സമയമെടുക്കും. അത് കൂടാതെ ഈ ഹൈപ്പർ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇല്ലേ, എപ്പോഴും നമുക്ക് ഇങ്ങനെ കൂടുതൽ അലേർട്ടായിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ കൂടുതൽ ജോലി ആ സമയത്ത് ചെയ്ത് തീർക്കാൻ നോക്കാം. ഈ നമ്മുടെ ശരീരത്തിലുള്ള ശരിക്കും എനർജി എന്നൊക്കെ പറയണതില്ലേ, അത് എല്ലാ സമയത്തും ഒരേപോലെ ഒന്നുമല്ല. ഈ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചേക്കണ പോലെ രാവിലെ ഫുൾ ചാർജ് ആയിരിക്കും ഒരു 100%, ഉച്ചയോടെ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞൊരു 50% ഒക്കെ ആവും. വൈകിട്ടോടെ ആവുമ്പോൾ എല്ലാവരും തന്നെ ഒരു 10%, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ സേവിങ് മോഡിലേക്കൊക്കെ പോകും. അങ്ങനെ ഈ ഒരു 10% എനർജി ഉള്ള സമയത്ത് നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ഹെവി ആപ്പ് നമുക്ക് തുറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്കും പറ്റുക. ഒരു 10% മാത്രം എനർജി ഉള്ള സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് എപ്പോഴാണോ കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം ഏതാണോ അതിനെ നമ്മൾ കണ്ടെത്താം. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ടാസ്കിൽ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയധികം സമയം ലാഭിച്ചെടുക്കാൻ പറ്റും. ഇനി ക്രിസ് ബെയ്ലിയുടെ ഒരു ഹൈപ്പർ ഫോക്കസ് എന്ന ബുക്കുണ്ട്. അതിനകത്ത് ഒരു റൂൾ ഓഫ് 3യെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. റൂൾ ഓഫ് 3 എന്ന് പറഞ്ഞാലില്ലേ, നമ്മൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ലോങ് ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. ഈ നമ്മുടെ ഈ വലിയ ലോങ് ടു ഡു ലിസ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ഈ ടു ഡു ലിസ്റ്റിൽ ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുമോ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും അവനൊരു 10-15 ടാസ്ക് എഴുതി വയ്ക്കും. എന്നിട്ട് അതിനകത്ത് എല്ലായിടത്തും എഴുതി വയ്ക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവസാനം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ടും പറ്റൂല. അപ്പോൾ ക്രിസ് ബെയ്ലി പറയണത് എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്ന് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ റൂൾ ഓഫ് 3 നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യങ്ങളെയും നിന്നൊക്കെ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് ജസ്റ്റ് 3 കാര്യം, വെറും 3 കാര്യം അത് നമ്മൾ തീരുമാനിക്കുക. ഈ 3 കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അതിന് മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത് ഏത് സമയത്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് ആ സമയത്തേക്ക് അതിനെ ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 3 കാര്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ഹൈപ്പർ ഫോക്കസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ബിസി ഡേയിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ട് നമ്മളുടെ ആ ദിവസത്തെ ഒരു നമുക്ക് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ മനസ്സ് ഓടി നടക്കാറുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു അൺയൂസ്ഡ് അറ്റൻഷണൽ സ്പേസ്. അതുണ്ടാവുമ്പോഴാണ് മനസ്സ് ഒരുപാട് ഓടി നടക്കാമെന്നാണ് പറയുക, ഒരുപാട് വാണ്ടർ ചെയ്യുക. ആ മൈൻഡ് വാണ്ടേഴ്സ് മോർ ഓഫൻ വെൻ വി ഹാവ്
അൺയൂസ്ഡ് അറ്റൻഷണൽ സ്പേസ്. നമ്മുടെ അറ്റൻഷണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് സമയത്തിൽ നമ്മളുടെ മനസ്സിന് എത്രയധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റണം, അതിൻ്റെ മൊത്തം ഒരു കപ്പാസിറ്റി ഇല്ലേ, ആ കപ്പാസിറ്റീനെയാണ് നമ്മൾ ഈ അറ്റൻഷണൽ സ്പേസ് എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, മെൻ്റൽ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്. ഈ അറ്റൻഷണൽ സ്പേസ് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്നറിയോ? ഒരു കണ്ടെയ്നറിനെ പോലെയായത്. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ഉണ്ടാവും. പക്ഷെ കണ്ടെയ്നർ ഹാഫ് എം ടി ആണെങ്കിൽ അത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ മനസ്സ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. ആവശ്യമില്ലാത്ത കുറേയേറെ ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് വരും. കുറേയേറെ സമയം നമ്മൾ ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യും. ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ തോന്നും, ഓ ഇതിനേക്കാൾ ബെറ്റർ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളുടെ മനസ്സിനെ നമ്മൾ കുറേയധികം വാണ്ടർ ചെയ്യാനായിട്ട് വിടും. പക്ഷേ ഈ കണ്ടെയ്നർ ചില സമയത്ത് നമുക്ക് ഓവർലോഡഡ് ആയി പോകാറുണ്ടല്ലോ. ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഒരു കണ്ടെയ്നറിന്. ആ കപ്പാസിറ്റിയും കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഓവർലോഡഡ് ആയി പോകാറുമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുക, നമ്മൾ ശരിക്കും സ്ട്രെസ്ഡ് ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ പരിചയമുള്ള, നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു റോഡിലൂടെയാണ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് കരുതാം. അപ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ വാണ്ടർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് പരിചയമുള്ള റോഡാണല്ലോ, നമുക്കെല്ലാം അറിയാം ആ റോഡിനെ പറ്റിയിട്ട്. അതേ സമയത്ത് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, തീരെ പരിചയമില്ലാത്ത ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണതെങ്കിലോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിലോ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റൻഷണൽ സ്പേസ് അണ്ടർ യൂസ്ഡ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കും മനസ്സ്. അതേ സമയത്ത് ഓവർ യൂസ്ഡ് ആണെങ്കിലോ നമ്മൾ സ്ട്രെസ്ഡ് ആയി പോവും, പാനിക് ആവും, ആങ്സൈറ്റി ഉണ്ടാവും. അതിൻ്റെ കാരണം ആ സമയത്ത് നമുക്ക് കുറേയേറെ ഡിമാൻഡ്സ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരും. ഈ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴെല്ലാവരും പറയും, ഇപ്പോഴത്തെ ജെൻസി മൾട്ടി ടാസ്കിങ്ങിന് എക്സ്പേർട്സ് ആണ് എന്നൊക്കെ. പക്ഷെ നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരാം. ആ സമയത്ത് നമുക്ക് ഈ മെൻ്റലി നമുക്കുണ്ടാവുന്ന ഒരു ഓവർലോഡ് ഉണ്ടാവില്ലേ, അതും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ അണ്ടർ യൂസും ചെയ്യാൻ പാടില്ല, ഓവർ യൂസും ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ ആ അറ്റൻഷണൽ സ്പേസിനെ ഒപ്റ്റിമലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ഒപ്റ്റിമൽ വേയിൽ, കറക്റ്റ് വേയിൽ, കൂടുതൽ വേണ്ട കുറച്ച് വേണ്ട, അല്ലാണ്ട് കറക്റ്റ് വേയിൽ നമ്മളതിനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നോക്കാം. പാർക്കിൻസൺസ് ലോ. ഈ പാർക്കിൻസൺസ് ലോ പറയണത് എന്താ അറിയാമോ? നമ്മളുടെ വർക്ക് എക്സ്പാൻഡ്സ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം മുഴുവനും കഴിഞ്ഞിട്ടേ നമ്മളത് പൂർത്തിയാക്കും. നമ്മൾക്ക് സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാനായിട്ട് നമ്മളുടെ ബ്രെയിൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ബ്രെയിൻ നമ്മളോട് ഒരിക്കലും പറയില്ല സമയത്തിന് മുമ്പ് നീ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച സമയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് 4-5 ദിവസത്തെ സമയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ആ ലാസ്റ്റ് മൊമെൻറ്റിൽ, ലാസ്റ്റ് ഡേയിൽ. എക്സാം വരുമ്പോൾ ഒരു വർഷം മുഴുവൻ എക്സാം ഉണ്ടായതിന് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഒരു മൂഡ് വരണത് എപ്പോഴാണ്? ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ. ഈ സ്കൂളും കോളേജും ഒക്കെ വേണം. ഇപ്പോഴത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 7 ദിവസത്തെ സമയം ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 ദിവസം
ശരിക്കും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും. 6ാമത്തെ ദിവസമാണെങ്കിലോ ഒരു ആങ്സൈറ്റി ആവും നമുക്ക്. 7ാമത്തെ ദിവസം നമ്മൾ കഴിയുക മാജിക്ക്. ശരിക്കും സമയത്ത് ഓടിച്ചിട്ട് പിടിച്ചിട്ട് എല്ലാ കാര്യവും ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്ത് തീർക്കും. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും നമ്മളുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഡെഡ് ലൈൻസ്, പ്രഷർ, കൺസ്ട്രെയിൻസ്, വിലക്കുകൾ, ഇതിനോടൊക്കെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അറിയാം. അങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും. കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ നല്ല ഷാർപ്പായിരിക്കും. ഇത് നമുക്ക് ഫോക്കസ് കൂട്ടാനുള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയുണ്ടല്ലോ ഒരു കാര്യം ഇതുപോലെ ടൈം ലാഭിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക് ഉണ്ടാവില്ലേ, ആ ടാസ്കിനെ എങ്ങനെയൊക്കെ കുറച്ചങ്ങ് ഹാർഡാക്കി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എപ്പോഴും നമ്മളുടെ ബ്രെയിൻ, നേരത്തെ ആ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഭയങ്കര അലേർട്ടായിരിക്കും. സോ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലുണ്ടല്ലോ മനസ്സ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, അത് കുറേ കൂടെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കും. ഇനി 2 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും 2 മണിക്കൂർ സമയം ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മനഃപൂർവ്വം അതിന് ഒരു 30 മിനിറ്റിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഒരു ഡെഡ് ലൈൻ നമുക്ക് തന്നെയായിട്ട് കൊണ്ടുവരാം. ഈ 30 മിനിറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തിരിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ട് ഒരു വാശിയോടെ അതിനങ്ങ് ചെയ്ത് തീർത്താൽ നമ്മളുടെ ജോലി തീരും. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നങ്ങ് കുറച്ചൊന്ന് കട്ടി കൂട്ടി ചെയ്യുക, കുറച്ചൊന്ന് ഹാർഡാക്കിയിട്ട് അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഫോക്കസ് കുറച്ചും കൂടെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം വരെ നമ്മൾ കണ്ടത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ആർട്ട് ഓഫ് ഡൂയിങ് ലെസ്. ശരിക്കും എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യണു എന്നുള്ളതല്ല, ഏത് കാര്യമാണ് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയത്, അതാണ് പ്രധാനം. പിന്നെ നമ്മൾ കണ്ടു എങ്ങനെ നമ്മുടെ ഫോക്കസ് നിലനിർത്താം. വി ആർ വാട്ട് വി പേ അറ്റൻഷൻ ടു. പിന്നെ കണ്ടത് എന്താ, നമ്മളുടെ തോട്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കണ പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദ ഫുഡ് വി ഈറ്റ്. പിന്നെ ഹൈപ്പർ ഫോക്കസ് എന്താണെന്ന് കണ്ടു. വളരെ കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം, അതാണ് ഹൈപ്പർ ഫോക്കസ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക. പിന്നെ നമ്മൾ കണ്ടു ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് ഒരു ഹൈപ്പർ ഫോക്കസ്ഡ് ആവാനായിട്ട് എന്ത് ചെയ്യണം? അതിന് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം. തന്നെ ഒന്നും വരില്ല. പ്രാക്ടീസ് കൊണ്ട് നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചിട്ട് നമുക്കൊന്ന് ഹൈപ്പർ ഫോക്കസ്ഡ് ആക്കി മാറാൻ പറ്റും. അതിന് ആദ്യം കണ്ടത് എന്താ, നമ്മളുടെ മെൻ്റൽ ഡെസ്ക് അത് ക്ലീൻ ചെയ്യണം. മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ അക്യുമുലേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് അത് പോകും. മനസ്സിൽ നിന്ന് അത് നമ്മുടെ പേപ്പറിലേക്ക് വരും. അവിടെ നമുക്ക് ഒരുപാട് അതിനെ പ്രയോജനം ചെയ്യും. പിന്നെ കണ്ടതെന്താ, വലിയ ടാസ്കുകളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അതിനെ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മുടെ ഉള്ളിലും ഒക്കെ ഉള്ള ഡിസ്ട്രാക്ഷൻസിന് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അലേർട്ടായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് എന്താ പറ്റുക, കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. റൂൾ ഓഫ് 3 കണ്ടു. 3 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രം. ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്തേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാതെ ഇഷ്ടമുള്ള ഒരു 3 കാര്യങ്ങൾ
അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ നോക്കാൻ പറ്റും. പിന്നെ നമ്മുടെ അറ്റൻഷണൽ സ്പേസ് എന്താണെന്ന് കണ്ടു. അത് 1 മിനിറ്റിൽ നമുക്ക് എത്രയധികം മാക്സിമം അറ്റൻഷൻ ഒരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ അറ്റൻഷണൽ സ്പേസ്. അതിന് ഒപ്റ്റിമൽ യൂസേജ് കൊണ്ടുവരണം. ഓവർലോഡ് ആവാൻ പാടില്ല, തീരെ അണ്ടർ യൂസേജും കൊണ്ടുവരാതെ ഒപ്റ്റിമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. പിന്നെ കണ്ടത് ലാസ്റ്റ് നമ്മൾ പാർക്കിൻസൺസ് ലോ എന്താണെന്ന് കണ്ടു. ഒരു ജോലി ചെയ്യാനായിട്ട് നമുക്ക് അലോട്ടഡ് ആയ സമയത്ത് മനഃപൂർവ്വം കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ജോലി ഭാരം കുറച്ചിട്ട്, ജോലിയുടെ സമയം കുറച്ചിട്ട് ഭാരം കൂട്ടി എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടെ കഠിനമാക്കിയിട്ട് ബ്രെയിനിനെ കൊണ്ട് മനഃപൂർവ്വം നമുക്കതിനെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു രീതി, അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്ന് ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് കണ്ട ഈ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ശ്രദ്ധ പോകുന്നിടത്തേക്കാണ് ജീവിതവും പോവുക. അപ്പോൾ ഇന്നു മുതൽ ശ്രദ്ധ അല്പം കൂട്ടിയിട്ട് നമുക്ക് ഈ ശ്രദ്ധയെ അല്പം കരുതലോടെ ഉപയോഗിക്കാം. എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ജയശ്രീ മാഡം. അല്ല, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ മഞ്ജുവിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്നോട് 8 മണിന്ന് പറഞ്ഞിരുന്നു, ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. മഞ്ജു മാഡം, റിയലി ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ക്ലാസ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് മഞ്ജു മാഡം പറഞ്ഞത്. നമ്മൾ എത്രമാത്രം ചെയ്യുന്നു എന്നുള്ള കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. മൈക്കിൾ ആഞ്ചലോയോ MS ഹുസൈനോ ഫേമസ് ആയത് അവർ വരച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടല്ല, അവർ വരച്ച ചിത്രങ്ങളുടെ ക്വാളിറ്റിയിലാണ്. എങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്വാളിറ്റി ആക്കാം എന്നുള്ളതിനും മഞ്ജുമാഡം പറഞ്ഞു. നമ്മളത് ഇമ്പോർട്ടൻ്റ് ആക്കുക. ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മളിപ്പോൾ ഒരു ലൈൻ മെസ്സേജ് ഇടുകയാണെങ്കിൽ കൂടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിസീവ് ചെയ്യാൻ പോകുന്ന ആൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ചിന്തിച്ചിട്ട് നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ ആ മെസ്സേജ് വളരെ മീനിങ് ആവും, അത് ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാവും. ആ റിസീവ് ചെയ്യുന്ന ആള് അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊരു കാഷ്വൽ അപ്രോച്ചിലൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയും എല്ലാം ഒരു കാഷ്വലാവുകയും ഒന്നും നന്നാവാതെ ഇരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മഞ്ജുമാഡം പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ചെയ്യുന്ന ഓരോ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ചിന്തയിൽ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ വളരെ വളരെ ഇഫക്റ്റീവ് ആവും, ആ കാര്യങ്ങൾ വളരെ വളരെ നന്നാവും. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ലെസണാണ് മഞ്ജുമാഡം നമുക്ക് ഷെയർ ചെയ്തത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ കരിയറിൽ മുമ്പോട്ട് പോകുന്നവർ, ഫാമിലിയിൽ നന്നായിട്ട് ചെയ്യുന്നവർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വീട്ടിലൊരു ചട്നി ഉണ്ടാക്കുമ്പോൾ കൂടെ ആ ചട്നിയിലാണ് ഇന്നത്തെ എല്ലാം അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും നന്നാവണമെങ്കിൽ ചട്നി നന്നായിരിക്കണം എന്ന് കഴിഞ്ഞ് ഉണ്ടാക്കിക്കേ, അതായിരിക്കും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർ ഇമ്പോർട്ടൻസ് അല്ല, മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തീരും. വളരെ വളരെ യൂസ്ഫുൾ പോയിന്റ്സ് ആണ് മഞ്ജുമാഡം പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നുള്ളതിന് ഒരു സംശയമില്ല. താങ്ക് യു വെരി മച്ച് മഞ്ജു മാഡം ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ഓൾ. Please next. രാജു വർഗീസ് സാർ ഉണ്ടല്ലോ അവിടെ. മഞ്ജു മാഡം പറഞ്ഞ വളരെ മഞ്ജു മാഡം നല്ല മനോഹരമായ സെഷൻ. കാരണം
ഈ ന്യൂ ഇയർ ആരംഭത്തില് നമ്മളെല്ലാം പലതിന്റെ പിറകെ ഓടുന്നവരാണ്. ദാറ്റ് ഈസ് നമ്മൾ പറയാറുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഫോക്കസിന്റെ ആവശ്യകതയാണ് മാം അത് ആർട്ട് ഓഫ് ഡൂയിങ് ലെസ്സിലൂടെ നമുക്ക് കൊണ്ടുപോകുന്നത്. ലിവിങ് ദ പ്രസന്റ്, മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയ ജീവിതത്തിലാണ്. ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫോക്കസ്ഡ് ആകുക. ഫോക്കസിലൂടെ അത് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഈ സ്ട്രെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഓട്ടോ പൈലറ്റിംഗ് മോഡ് അത് പലപ്പോഴും നമുക്ക് നല്ലൊരു ആശയമാണ്, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. നല്ല മനോഹരമായ കൺഗ്രാജുലേഷൻ മഞ്ജു മാം. താങ്ക് യു സോ മച്ച്. വേണു. എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ്. യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പുതിയ ആളാണ്. മഞ്ജു എനിക്ക് ഇന്ന് എനിക്ക് അയച്ചു തന്ന പ്രകാരമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. മഞ്ജു ഞങ്ങളൊക്കെ റിലേഷൻ ഉള്ള ആളാണ്, ഒരേ നാട്ടുകാരാണ്. ദ പ്രസൻറ്റേഷൻ മഞ്ജു ഇറ്റ്സ് വെരി ഗുഡ്, വളരെ ഇൻഫോർമേറ്റീവ് ആണ്, വളരെ നോളജിബിൾ ആണ്. എന്താ പറയുക, കീപ് ഗോയിങ് ഓൺ. അപ്രീഷിയേറ്റ് യുവർ പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിലും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിലും എല്ലാം ഞാൻ വളരെ എന്താ പറയണ്ടേ, യു ആർ വെരി വണ്ടർഫുൾ. ദാറ്റ്സ് ഓൺലി ഐ ക്യാൻ സേ. എനിക്ക് അടുത്തൊരു ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. സോ ഐ ആം എല്ലാവരുടെയും അനുഭവത്തോട് ഞാൻ ഇതിൽ നിന്നും വേറെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. താങ്ക് യു വെരി മച്ച് മഞ്ജു. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് പ്ലാറ്റ്ഫോം. രാജവർഗീസ് സാറ് കണ്ടിന്യൂ ആണ്. മഞ്ജു, കൺഗ്രാജുലേഷൻസ്. വളരെ ആപ്റ്റായിട്ടുള്ള പോയിന്റ്സാണ് മഞ്ജു പറഞ്ഞത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് പരിചയമുള്ള രീതി തന്നെയാണ്. കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, സമയം ലാഭിക്കാം. അതെൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. മഞ്ജുവിന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ഈ മഞ്ജുവിന്റെ ഈ പ്രസന്റേഷനിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫീഡ്ബാക്ക് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. മോഹൻദാസ്. മഞ്ജു മാഡം, താങ്ക് യു. വളരെ ചെറിയ സമയം കൊണ്ട് എങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാമെന്ന് മനോഹരമായി മഞ്ജു മാഡം ചെയ്തു തന്നു. അത് മാത്രമല്ല, ഫോക്കസിന്റെ കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് അതും വളരെ കലാപരമായി ചെയ്യാൻ എങ്ങനെ പറ്റുന്നുള്ളതും മാഡം പറഞ്ഞു തന്നു. കൂടുതലായിട്ട് ഞാൻ പിന്നെ പറയാം. എനിക്കും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച്. സുമിത. Who is next? ആർക്കാണ് പറയാനുള്ളത്? ഓക്കെ സാർ, ഞാൻ പറയട്ടെ. പറയൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഓഫ് ചെയ്തെങ്കിലും മഞ്ജു മാമിന്റെ ക്ലാസ് ത്രൂ ഔട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ ആപ്റ്റ് ആയിട്ടുള്ള, പൊതുവെ എനിക്ക് തോന്നുന്നു ലേഡീസിന് എല്ലാം കൂടെ വാരി വലിച്ചു ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവിടെയും അവിടെയും എല്ലാം അങ്ങനെ വാരി വലിച്ചു ചെയ്ത് അവസാനം മാം പറയുന്ന പോലെ തന്നെ ഒരു ദേഷ്യത്തിലോട്ട് നമ്മളെല്ലാവരും ആ ഒരു മൂഡിലോട്ട് എത്തി നിന്ന് അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ട് നമ്മൾ തന്നെ കൊണ്ട് എത്തിക്കാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മഞ്ജു മാം പറഞ്ഞ ഓരോ പോയിന്റും വളരെ ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആർട്ട് ഓഫ് ഡൂയിങ് ലെസ് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആവശ്യമുള്ളത് മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ്, നമ്മുടെ ജോബിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരുപാടെണ്ണം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഇച്ചിരി കുറച്ച്
നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രവൃത്തിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. മാമിന്റെ എല്ലാ പോയിന്റ്സും വളരെയധികം വിലയേറിയത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് മാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അജിത എന്നാണ്. ഞാൻ ഇതിക്ക് മുമ്പ് ഏതോ ഒരു സെഷനിൽ വന്നിരുന്നു. ഫലൂഡ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ. ടുഡേയ്സ് സബ്ജക്റ്റ് അത് ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ presentation, super, and the theme in that is Shraddha. നമ്മളുടെ മൈൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ്, അതിനകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുമ്പോൾ the result is wonderful, and that Shraddha leads to presence. That is present. We have no past, we have no future in that spot. We are talking, we are living that subject presently, and that the result gives us happiness, and we are realizing that happiness, and that will lead to each and every subject what we are doing or what we are thinking. Thoughts also is a main factor. If a flow of thoughts are in mind, controlling the thoughts and focusing to the required thoughts and required subject. That is what I understand from Manju ji's speech, and it is wonderful. Yes, yeah. Let her do more good sessions like this, and all of us can understand and go ahead. Thank you. Vijay. Thank you, Paul sir. So this topic was very interested in its headings itself. Art of doing less. Yes, just think about the opposite. Art of thinking more. Such a sentence itself will not come. So this is attractive topic itself, and you did it very nice. മലയാളത്തിലാണല്ലോ പറഞ്ഞ, ഞാൻ മലയാളത്തിലേക്ക് തന്നെ പോകാം. അതായത് വളരെ നന്നായിട്ട് ആ ഒരു തുടക്കം നമ്മളെ കൊച്ചിയിലുണ്ടായ സ്കൂൾ ജീവിതത്തിനെ കുറിച്ചും അതിനെ കുറിച്ചുള്ള തുടക്കത്തോടു കൂടി തുടങ്ങിയിട്ട് ശരിയായ കാര്യം വളരെ ഫലപ്രദമായിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പൊ ഈ 1 മണിക്കൂറൊക്കെ എന്താ പറയാനുണ്ടാവുക, എങ്ങനെ പറഞ്ഞാലാണ് ഇത് മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ ഒപ്പിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നോക്കിയത്. പക്ഷെ അതിലൊക്കെ മാം യു പ്രൂവ്ഡ് യുവർ സെൽഫ് being to be a what you call trainer. You proved yourself. ഞാൻ ഓർത്തത് എന്താണെന്നറിയോ, ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച എന്റെ ക്ലാസ് ടീച്ചറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വല്പം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി വളരെ കുറച്ച് ക്ലാസ്സിൽ വരുള്ളൂ, പഠിപ്പിക്കുള്ളൂ കുട്ടികളെ. പക്ഷേ പുള്ളി പരീക്ഷയുടെ അടുപ്പിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും തരും. അതിന് എക്സാമില് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ദ ലീസ്റ്റ് ഡൺ ക്ലാസ് ടീച്ചർ ദ മോസ്റ്റ് സ്കോർഡ് പേഴ്സൺ ആയിട്ട് പുള്ളി മാറുമായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു. എന്നെ മാത്തമാറ്റിക്സിൽ പിന്നെ എക്സ്പെർട്ട് ആക്കിയത് പുള്ളിയാണ്. എനിക്ക് എല്ലാ വിഷയത്തിലും മാർക്ക് ഉണ്ടാവുമായിരുന്നു, പക്ഷെ മാത്സിൽ വളരെ കുറവെന്ന് പറഞ്ഞാൽ 60-65%. പുള്ളി എല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമായിരുന്നു, എന്നിട്ട് എനിക്ക് ക്ലാസ് പഠിക്കും. അപ്പൊ ഞാൻ കൂടുതലാവുന്നത് എനിക്കറിയില്ല. ഇതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, യവൻ എന്നേക്കാൾ മാർക്ക് സ്കോർ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ വളരെ കുറച്ച് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ.
ഞാൻ അവന്റെ പിന്നാലെ കൂടി, എന്താണ് നിന്റെ സീക്രട്ട്? അപ്പൊ അവൻ പറഞ്ഞൊരു സത്യം ഉണ്ടായിരുന്നു. അതായത് അവൻ പഠിക്കുന്നത് ഫുള്ളായി പഠിക്കും. ഞാനോ ഒരു ഇതില്ലാതെ, കോൺഫിഡൻസ് ഇല്ലാതെ എല്ലാം മുഴുവനായിട്ട് പഠിച്ചാലേ എനിക്ക് പരീക്ഷ എഴുതാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ട് അവനായിരുന്നു സ്കോർ ചെയ്തിരുന്നത്. അപ്പൊ യു ടോൾഡ് ദ റൈറ്റ് തിങ്, ഓക്കെ, ടു ബി അഡാപ്റ്റഡ് ടു സക്സീഡ്. താങ്ക് യു വെരി മച്ച്, വെരി വെരി മച്ച്. ഓക്കെ, റൈറ്റ്. എല്ലാവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് മഞ്ജു വന്നത്. എനിക്കത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്, കൗൺസിലേഴ്സിന് ഉപയോഗിക്കാവുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് മഞ്ജു അവതരിപ്പിച്ചത്. പലപ്പോഴും പല വ്യക്തികളും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ വളരെയധികം ഫിനാൻഷ്യൽ ട്രബിളിലാണ്, എന്നെ പലർക്കും പൈസ കൊടുക്കാനുണ്ട്, എനിക്ക് അവിടെ ബിസിനസ് ശരിയാവണില്ല, ഇവിടെ ബിസിനസ് ശരിയാവണില്ല. ഇങ്ങനെ ആയിരം കാര്യങ്ങൾ ഒരേ സമയം ചിന്തിച്ചുകൊണ്ട് അവരിങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിരാശരായിട്ട് ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് അവരോട് ശരിക്കും ഉപദേശിക്കാവുന്ന ഒറ്റൊരു കാര്യമാണ്, മേക്ക് ടൈനി ടാർഗറ്റ്സ് അച്ചീവബിൾ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ കാര്യങ്ങളിലേക്ക് പറയും. യഥാർത്ഥത്തിൽ മഞ്ജു സൂചിപ്പിച്ചത് ഒരു മൈൻഡ്ഫുൾ ലിവിങ്ങിനെ കുറിച്ചുള്ള ഒരു പാഠമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ടെക്നിക്കൽ അല്ലാത്ത രീതിയിൽ എങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് ആ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മഞ്ജു മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ തന്നെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും പേരിലും PCTയുടെ പേരിലും മഞ്ജുവിന് ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ഞങ്ങളുടെ പഴയ പ്രസിഡന്റായിരുന്ന PV ജോസഫ് സാറ്, ജയശ്രീ, സൈജു, ഞങ്ങളുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറ് എല്ലാവരും സന്നിഹിതരായിരുന്നു. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ വെബിനാർ സക്സസ്ഫുൾ ആക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ്. സാധാരണ പ്രസന്റേഴ്സിന്റെ ഫ്രണ്ട്സും സ്ഥിരം ഇതിൽ വരുന്ന കുറേ പ്രേക്ഷകരും ആണ് ഇതിനെ സക്സസ്ഫുൾ ആക്കുന്നത്. അവരെ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാർ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.